നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇത് വന്നിട്ട് പഞ്ചമതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. ഇന്ന് ഒരു ദിവസം കൂടെ ടൈമുള്ളൂ. നാളെ ജാനുവരി 7-ാം തീയതി ബുധനാഴ്ചയാണ് പഞ്ചമതിഥി വരുന്നത്. പൂജായാഗം വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ടവര് ഇന്ന് രാത്രി 9 മണിക്ക് മുന്നേ ആയിട്ട് പേരുകൾ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തോളുക. ഇന്നത്തെ പതിവ് വന്നിട്ട് ഇത് ഒരു പരിഹാരമായിട്ടോ അല്ല ഒരു മുദ്രയായിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് കരുതി വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ആപത്ത് കാലത്തില് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വിഷയമായിട്ട് വന്നിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലില് വജ്രകോശം, വരാഹി മുദ്ര ഈ പതിവെല്ലാം നല്ലതായിട്ട് റീച്ചായതാണ്. വജ്രകോശം എങ്ങനെ മിന്നൽ വേഗത്തിൽ വന്ന് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി തരുന്നുവോ അതുപോലെ തന്നെ വരാഹി മുദ്രയും. ഇത് ഒത്തിരി പേർക്ക് കൈ കൊടുത്തത്. എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ്, മൈഗ്രെയിൻ മാതിരി ഒരു തലവേദന വന്നു. അത് വന്നിട്ട് ഒത്തിരി ദിവസം കൊണ്ട് അത് തലവേദന വരാറുണ്ട്. പക്ഷെ നമ്മുടെ വരാഹി മുദ്ര വജ്രകോശം വീഡിയോ കണ്ടതിന് ശേഷം അത് 10 മിനിറ്റ് അവര് വജ്രകോശം ചൊല്ലി മുദ്രയും പിടിച്ചു. ഒരു അത്ഭുതം പോലെ അവർക്കത് 10 നിമിഷത്തിനുള്ളിൽ അവർക്കത് മാറി. അവർ കിടന്നുറങ്ങി എന്നാണ് പറഞ്ഞത്. അത് വന്നിട്ട് ഒരു 2 മണി അതിരാവിലെ 2 മണി 2 AM ടൈമിന്. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഒരു ന്യൂ സബ്സ്ക്രൈബർ പറഞ്ഞത് എന്താ വെച്ചാല്, വരാഹി അമ്മനെ കുറിച്ചോ മന്ത്രത്തിനെ കുറിച്ചോ വേറെ ഒന്നും അറിയില്ല. ഫസ്റ്റ് വീഡിയോ അതാണ് കണ്ടത്. അവരൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇരിക്കുന്ന ടൈമായിരുന്നു. വരാഹി മുദ്രയും പിടിച്ച് വജ്രകോശവും പറഞ്ഞു. 10 മിനിറ്റ് തന്നെ അവരത് പറഞ്ഞുള്ളൂ. അവരുടെ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടി എന്നാണ് അവർ പറഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞതിലും സന്തോഷം. ഇത് കേട്ടപ്പോൾ തന്നെ അറിയാമല്ലോ അമ്മയുടെ ശക്തി എത്രത്തോളം പവർഫുൾ ആയിരിക്കുന്നതെന്ന്. നമ്മൾ ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇരുന്നാലും, എന്ത് നമ്മളെ കൊണ്ട് സമാളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇരുന്നാലും, എന്ത് പ്രശ്നത്തിൽ അകപ്പെട്ടാലും വജ്രകോശം എന്നത് നിങ്ങൾ കൈവിടാതെ പിന്തുടർന്നോളുക. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിലിരിക്കുകയാണ്, നമ്മൾ കിടന്ന് കണ്ണും കാലും കൈയും അവിടെ ഇവിടെ അടിച്ച് നമ്മൾ കരഞ്ഞ് നിലവിളിക്കുന്നു. പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ വജ്രകോശവും ചൊല്ലി നമ്മുടെ പ്രശ്നം സോൾവ് ആകുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനായിരുന്നു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? വരാഹി അമ്മനും വജ്രകോശവും നമുക്ക് എല്ലാം കൈ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കും. കാരണം ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ നമ്മളെ വരാഹി അമ്മ അത്രയ്ക്കും സഹായിക്കും. മാത്രമല്ല, നമ്മൾ എന്തെല്ലാം ചെയ്താലും അവസാനം വന്നിട്ട് ഒരു പ്രശ്നമെന്നുണ്ടോ അതിനൊരു പരിഹാരവും ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഈ മുദ്ര വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും, എന്ത് പ്രശ്നമായിരുന്നാലും വജ്രകോശം വന്നിട്ട് നിങ്ങൾ 27 തവണ കുറഞ്ഞത് ചൊല്ലിക്കൊള്ളുക. എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന മുദ്ര കൂടെ നിങ്ങൾ ചെയ്തോളുക. ഇത് വന്നിട്ട് കുബേരമുദ്ര എന്ന് പറയാം, ഇതിനെ വജ്രമുദ്ര എന്ന് പറയാം. ഈ മുദ്രയ്ക്ക് വന്നിട്ട് ഏകപ്പെട്ട പേരിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഈ മുദ്ര നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോ അല്ല നോർമലുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഒരു ചില ആവശ്യങ്ങൾ നേടിയെടുക്കാനോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ഈ മുദ്ര ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിയാവേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണ് സോൾവ് ആവേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിറവേറേണ്ടത്, അത് നിങ്ങൾ മനസ്സിൽ യോജിച്ചു വെക്കുക. അത് ഡിസൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിടത്തിൽ പോയിരുന്നിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കണം. 5 നിമിഷം നിങ്ങളുടെ മനസ്സ് വന്നിട്ട് മെഡിറ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോവുക. ദാറ്റ് മീൻസ് ഒരു ധ്യാനത്തിൽ എന്നോണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൊണ്ടുപോവുക. ഒരു ധ്യാന ടൈം. ശരിയാ? നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്നിട്ട് ആ മെഡിറ്റേഷനുള്ളിലേക്ക് നിങ്ങൾ പോകുമ്പോഴൊക്കെ നിങ്ങൾ ചൊല്ലേണ്ട ഒരേ ഒരു വാക്യം എന്താ വെച്ചാല് അത് വജ്രകോശം. നിങ്ങൾ മനസ്സിലാദ്യം കാര്യങ്ങളെല്ലാം മനസ്സിൽ നനച്ചു വെച്ചിട്ട് നിങ്ങൾ ധ്യാനത്തിലോട്ട് പോവുക. എന്നിട്ട് വജ്രകോശം ചൊല്ലിക്കൊള്ളുക. അതും 1, 2, 3
ടൈംസ് അല്ല, നിങ്ങൾ കറക്റ്റ് കുറഞ്ഞത് ഒരു 27 ടൈംസ് ചൊല്ലിക്കൊള്ളുക. ഈ മുദ്ര വന്നിട്ട് നിങ്ങൾ കയ്യിൽ പിടിച്ചോളുക. നിങ്ങൾ എന്ത് കരുതി ഇത് ചെയ്യുന്നുവോ, നിങ്ങളുടെ ഉൾമനസ്സിൽ ആ വിഷയം എനിക്ക് ശരിയായി കിട്ടും, ഞാനിത് ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിൽ കരുതി ചെയ്തോളുക. വജ്രഘോഷം ചൊല്ലിയേ നിങ്ങളിത് ആരംഭിക്കാൻ പാടുള്ളൂ. മനസ്സിനകത്ത് നിങ്ങൾ 27 തവണ 27 ടൈംസ് വജ്രഘോഷം നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. വജ്രഘോഷവും ചൊല്ലി ഒരു 5 നിമിഷം 5 മിനിറ്റ്സ് നിങ്ങൾ കയ്യിൽ ഈ മുദ്രയും വെച്ചാൽ മതി. അതുവേ ജാസ്തി. ശരിയാ? ഇത് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഇന്റർവ്യൂക്ക് പോയിക്കോളൂ. ഇതല്ല, നിങ്ങൾ ഒരാൾ കൂടെ പണം ചോദിച്ചോളൂ. എന്താ നിങ്ങളുടെ നീഡ്, അത് ഇത് ചെയ്ത് മുടിച്ചതിന് ശേഷം നിങ്ങൾ ചോദിച്ചോളൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് നടന്നു കിട്ടും. എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കൃത്യമായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയ്ക്കും പവർ വന്നിട്ട് ഈ മുദ്രയ്ക്കും വജ്രഘോഷം എന്ന നാമത്തിനും ഇരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ന്യായമായി പെടുന്ന ഒരു വിഷയം നടക്കുന്നതേയില്ല, അത് നടക്കേയില്ല എന്ന് മനസ്സിൽ കരുതിയ വിഷയം കൂടെ നിങ്ങൾക്കിത് നടത്തി കാണിക്കും. വേറൊന്നുണ്ട്, നല്ല വിഷയങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക. നമ്മുടെ പ്രപഞ്ചത്തിന്റെ കഴിവും കൊണ്ട്, വരാഹിയമ്മനോട് അനുഗ്രഹവും കൊണ്ട് നമ്മൾക്കത് തീർച്ചയായിട്ടും നടക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, എനിക്ക് പെട്ടെന്ന് 10 ലക്ഷം രൂപ വേണം, അങ്ങനെയൊന്നും ചോദിച്ചാൽ നടക്കത്തില്ല. പൈസ വരാനുള്ള സോഴ്സ് കൂടെ വേണമല്ലോ. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അത്രയ്ക്കും ആവശ്യമായ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം വരാഹിയമ്മനും പ്രപഞ്ചവും നമുക്ക് കൊണ്ടുതരും. ശരിയാ? സോ ന്യായമായ കാര്യങ്ങൾ അത് നമുക്കറിയാമല്ലോ, അത് മനസ്സിൽ ചിന്തിച്ച് ചോദിച്ചോളുക. ആരെയും ഉപദ്രവിക്കുന്ന രീതിക്കൊന്നും ചോദിക്കാതിരിക്കുക, അത് നിങ്ങൾക്ക് തന്നെ പിന്തിരിഞ്ഞു വരും. വജ്രഘോഷം ചൊല്ലുന്നതിനോടൊപ്പം നിങ്ങൾ അമ്മനോട് പറയുക, അമ്മേ, വരാഹിയമ്മേ, ഞാൻ അമ്മയെ വിശ്വസിച്ച്, അമ്മയെ തുണ വരും എന്ന് വിശ്വസിച്ചാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് അമ്മ തുണ വരണേ എന്ന് അമ്മയോട് വിശ്വാസപൂർവം നിങ്ങൾ പറഞ്ഞ് വജ്രഘോഷവും ചൊല്ലി നിങ്ങൾ ഈ മുദ്ര പിടിച്ച് ചെയ്തോളുക. അമ്മ നിങ്ങളുടെ കൂടെയേ ഇറങ്ങി വരും. സോ വിശ്വാസത്തോടെ നിങ്ങൾ ഈ മുദ്ര ചെയ്തോളുക. മുദ്ര എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്, മനസ്സിലായി കാണുമല്ലോ. ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കൈ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ 2 കൈ ഉപയോഗിച്ചോളുക. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഈ 3 വിരലും ഇങ്ങനെ ചേർത്ത് വെക്കണം. ദെൻ 4th ആൻഡ് 5th വിരൽ, മറ്റ് 2 വിരലുകൾ നിങ്ങൾ മടിച്ചു വെക്കണം. മനസ്സിലായല്ലോ? കാണുന്നുണ്ടല്ലോ. മോതിര വിരലും ചെറിയ വിരലും മടച്ചു വെക്കണം. ആദ്യത്തെ 3 വിരലുകൾ ചേർത്ത് വെക്കണം. ശരിയാ? ലാസ്റ്റ് 2 വിരല് ഉള്ളിലേക്ക് വെച്ച് ആദ്യത്തെ 3 വിരലുകൾ ചേർത്ത് വെക്കുന്നതാണ് ഈ കുബേരമുദ്ര എന്നുള്ളത്. ശരിയാ? ഈ കുബേരമുദ്രയെ നിങ്ങൾ മനസ്സിൽ കരുതി എന്ത് ചെയ്താലും നിങ്ങൾക്കത് കൈ കൊടുക്കും. അതും വന്നിട്ട് ഇത് പണ വിഷയത്തിന് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒന്ന്. പണം എവിടെ ഇരുന്ന് വരുമെന്നറിയില്ല, പക്ഷെ പണം കൃത്യമായിട്ടും വരും. അത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് കിട്ടും. കോടീശ്വര യോഗം കൂടെ ഈ കുബേരമുദ്രയ്ക്ക് ഇരിക്കുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. സോ പണത്തിന് കൂടെ നിങ്ങൾ ആവശ്യം ഇത് ചെയ്തോളുക. അത്രയ്ക്കും ഒരു വലിയ വിഷയമാണ് ഈ കുബേരമുദ്ര എന്നത്. ഇപ്പൊ എനിക്ക് കോടീശ്വരനാവണം ആ ഒരു ചിന്തയൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ നടക്കുമ്പോൾ നടത്തോട്ടെ. എൻ്റെ അത്യാവശ്യത്തിന് എനിക്ക് നിന്ന് പഴിക്കാനുള്ള കുറച്ച് പണം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞോളൂ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിൽ വന്നിരിക്കും. ഇതിന്റെ ടൈമിങ്സ് ചോദിച്ചാൽ നിങ്ങൾ മോസ്റ്റ്ലി മോർണിംഗ് ടൈമിൽ, രാവിലെ ടൈമിൽ ഉപയോഗിച്ചോളുക. പിന്നെ പഞ്ചമി തിഥിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ തിഥിയിരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വേറൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എമർജൻസി സിറ്റുവേഷനിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല പ്ലാൻഡ് ആണ് എങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചോളുക, 6 മണിക്ക് മുന്നേ. ശരിയാ? ഇതിന് വന്നിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടോ ഇല്ല പീരിയഡ്സ് ടൈമോ പുലവാലായ്മയോ യാതൊന്നും പ്രശ്നമില്ല. ശരിയാ? വരാഹിയമ്മനെ മനസ്സിൽ വിശ്വസിച്ച് നിങ്ങളിത് ചെയ്തോളുക. മറ്റാരെ വിശ്വസിക്കുക എന്നുള്ളതല്ല, വരാഹിയമ്മനെ, ദൈവങ്ങളെ, നമ്മുടെ പ്രപഞ്ചത്തെ വിശ്വസിച്ച് നിങ്ങളിത് ചെയ്തോളുക. അവർ നമ്മളെ നല്ല ഇടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകത്തുള്ളൂ. ഇത്രയും നാളും ഒന്നും നടന്നില്ല എന്ന് കരുതുന്നവർക്ക് കൂടെ തീർച്ചയായും ഈ വീഡിയോ ഒരു വഴിത്തിരിവായിരിക്കും.
പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളുടെ കാര്യങ്ങളും നടന്ന് മുടിഞ്ഞിരിക്കും. ഓക്കെ, സോ ചെയ്ത് നോക്കിക്കൊള്ളുക. റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളുക. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.